ഹെവൻ ബി ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ സ്ഥലം കണ്ട നെല്ലിയാമ്പതിയാണ് കേട്ടോ. നെല്ലിയാമ്പതി അവിടെ സീതാറാംകുണ്ട് കാണാൻ നമ്മൾ വേണ്ടി പോവാണ്. അപ്പോൾ അടിപൊളി സ്ഥലം, വൈബ് സ്ഥലമാണ്. പിന്നെ ഒരുപാട് സന്തോഷങ്ങൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ് എനിക്ക് സമ്മാനിച്ചത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഉണ്ടാവുന്ന ഇത്രയും സന്തോഷങ്ങൾ എനിക്കുണ്ടായി. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സീതാറാംകുണ്ട് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതല്ലേ എമർജൻസി ഒക്കെ വന്നാൽ എന്താ ചെയ്യാ? വൈകുന്നേര സമയത്ത് നമ്മളെ പേടിക്കേണ്ടത്. ഓറഞ്ച് ഫാമിൻ്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ സീതാറാംകുണ്ടിലേക്ക് പോകാൻ. ഇവിടെ ആനയുടെ ശല്യക്കുണ്ടാ? എപ്പോഴും പേപ്പറിൽ വന്ന ഒരാള് ആന ഇവരെല്ലാം സീതാറാംകുണ്ട് പോയിട്ട് വരുന്നവരാണല്ലേ? ശരി. ചില സ്ഥലങ്ങളിലൊക്കെ വഴി വളരെ മോശമാണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് ലൈൻ ബസ് അതുപോലെ KSRTC ബസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ജീപ്പ് അല്ലെങ്കിൽ നമ്മുടേതായ സ്വന്തമായിട്ടുള്ള വണ്ടികൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സൊക്കെയാണ് കേട്ടോ വരുന്നത്. ഒന്നും പറയാൻ കേട്ടോ, ഒടുക്കത്തെ ഭംഗി ഇവിടെ ഒന്ന് നോക്കി നിങ്ങൾ പ്രകൃതി എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാട്ടോ. ചിന്തിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അവിടുത്തെ മരങ്ങളുടെ അല്ലെങ്കിൽ ചില്ലകളും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പോലും ഭംഗി കണ്ട. നമ്മുടെ ഇവിടെ ഒരു 10 ജില്ലയൊക്കെ വെട്ടി കഴിഞ്ഞാൽ പിന്നെ മരത്തിൻ്റെ ഭംഗിയേ പോകും. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ തുടങ്ങുന്ന പറയാനേട്ടാ. ആ കുറച്ചൊരു കാണാൻ തേയിലാന്ന് പറയാനേട്ടാ. ഒരു വർഷാപ്പിലേക്കൊക്കെ പോകണം. നന്മാറ പോണാ ദൈവമാതാവേ. അങ്ങോട്ട് പോണല്ലേ? ഞങ്ങളുടെ ആകെ തേയിലയും കാപ്പിപ്പൊടിയെന്നൊക്കെ പറയാനേട്ടോ. കാപ്പി എടുത്തേടാ. ഒരു വീട് കഴിഞ്ഞ് എത്രത്തോളം ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്ത വീട് കാണുന്നത്. ആ ചേട്ടനാണ് നമ്മൾ ഗൈഡ് ചെയ്യണത്. അപ്പോൾ 1/2 മണിക്കൂർ സമയമാണ് തന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് അവിടുത്തെ സീതാറാംകുണ്ട് പോയി കണ്ടിട്ട് വരാം കേട്ടോ. വേറെ വൈബ് ഉണ്ട് കേട്ടോ അവിടെ. സംഭവം അടിപൊളിയാണ്. കുറച്ച് ദൂരം നടക്കാണ്ട് നാട്ടാ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ വരണം. അപ്പോൾ വേഗം നടക്കാട്ടോ നമ്മൾ. എന്നാ ഭംഗിയല്ലേ, നീല ആകാശവും ചുറ്റും ഇങ്ങനെ മരങ്ങൾ, ഓ ജാതി പച്ചപ്പി, എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ എന്നാ ഭംഗിയാ. അയ്യോ എന്തൊരു ഭംഗിയാ, അസാധ്യ ഭംഗിയാട്ടാ. ഈ മരമാണ് ഏറ്റവും കൂടുതൽ ഈ ഏരിയകൾക്ക് ഭംഗി കൊടുക്കണ സംഭവം. കാറ്റിന്റെ സൗണ്ട് കണ്ട കാറ്റ്. തട്ടി വേണം പറയുന്നു. അകല് തന്നാ കുന്നുകളും മലകളും കാണുമ്പോഴേട്ടാ വൈബ് തന്നെ കേട്ടോ. എന്തിട്ട് ഭംഗിയല്ല അകലെന്ന് കാണാൻ. പൊളി സ്ഥലട്ടാ. എൻ്റെ കെട്ടിയെ കണ്ട 1 കിലോമീറ്റർ അകലെയാണ് നടക്കുന്നത്. ഓടിപ്പടഞ്ഞു പോകണം മനുഷ്യനെ കൂടെ തോറ്റ്. കാറ്റിൻ്റെ സൗണ്ട് കേൾക്കണ്ട, പൂന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടാ പറഞ്ഞ ശരിയാട്ടാ. വഴി ഓട്ടണ്ടാ. വഴി സീതാറാംകുണ്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. കല്ലും മേടും കാടൊക്കെ കഴിഞ്ഞ് പോണതാണ് കേട്ടോ. നോക്കി നടത്താൻ നീല്ലേ പോണ്ട കുട്ടികൾ.
എന്നിട്ട് കാട്ടിന്റെ സൗണ്ട് അപ്പ എത്ര വീഴാനാണ് ഒരു സുന്ദരി മോള് നടന്നു തന്നെയാണ് നിറച്ച് കിൽക്കുള്ള പാർസറക്കിട്ടിട്ട് നല്ലാണ് കേട്ടോ സ്ഥലം എത്തിയിട്ട സ്ഥലം ഇറക്കാനുള്ള ദൈവം മോന്ത കുത്തി വീഴപ്പത് ഇറങ്ങാം അല്ലെങ്കിൽ ഞാൻ തന്നെ വീഴും എത്തിട്ടാ എത്തി എന്റെ പൊന്നോ എന്നാ ഭംഗിയല്ലേ ഒടുക്കത്തെ ഭംഗി സൂപ്പർ പാലക്കാടല്ലേ അത് കാണുന്നേ പാലക്കാട് മുഴുവൻ കാണുന്നേ ഡാം പോത്തുണ്ട് ഡാമണിട്ടത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ചെറിയൊരു കോട പോലെയൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിലാവുണ്ടാണാവ് ഒന്നും പറയാനില്ല പൊളിച്ച് അടിപൊളി വാ ഞങ്ങട് പോവാ വണ്ടന്മാരേൻ്റെ കേട്ടോ അതെ കണ്ണൊന്നും ജീ പിടിക്കുന്നില്ല കേട്ടോ അല്ലാണ്ട് അടിപൊളി പൊളിച്ച് ഓ കൊണ്ടിട്ട സീതാറാം കൊണ്ടിട്ട കണ്ട എന്നാ അഴകാന്ന് പറയാം ഒന്നും പറയല്ല കേട്ടോ പൊളിച്ചടിക്ക് എൻ്റെ പൊന്നെ ജാതി പൊങ്ങിയാട്ടോ പാലക്കാട് കാണാ പാലക്കാട് ആ ഇതാ ഈ മരാണ് എല്ലാത്തിലും കാണാ ആ ഈ മരാണ് എല്ലാം ഓട്ടക്കത്ത കാറ്റാട്ടാ കറക്കോ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ നെല്ലിയാമതി തകർത്തു സൂക്ഷിച്ച് നടന്നോളട്ടെ എല്ലാവരും മലയാറ്റൂർ മല കാരണം സീതാറാംകുണ്ടൻ്റെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറയണത് ആ കണ്ണന്മാരും താഴ്ത്തിക്ക് നടക്കുന്ന ഭൂപ്രകൃതി ഈ വണ്ടം മലയും പൊളിച്ചടിക്ക് അടിപൊളി ഭംഗിയാട്ടാ ഓ എന്ത് ശരിക്കും ഭയങ്കര സംഭവം കേട്ടോ നല്ല കാറ്റാട്ടാ കമ്പിയുടെ കട കൈയുടെ കൈ ഒന്നും പറയല്ല കേട്ടോ പാലക്കാട് ഫുള്ള് മൂടൽ മഞ്ഞ് തുടങ്ങിയണ്ട ഒക്കെ പോലെ കാറ്റ് കണ്ടോ അങ്ങടെ എന്തെങ്കിലും മുകളിൽ വരും അതാണോ ഈ സ്ഥലം മണ്ടല് കുറച്ച് ഇരിക്കാം
കാറ്റ് വരണ്ടതില്ല, ഓൾറെഡി കാറ്റുണ്ട്, നമുക്ക് അറിയാത്തത് അങ്ങോട്ട് കൊണ്ടുവരും. അല്ല അങ്ങോട്ട് കൂടിയാ ഞാൻ പറഞ്ഞു കൊടുക്കാം. ആട്ടി നല്ല കഥ അതല്ലേ പറക്കുമ്പോ പിടിക്കുന്നത് ഞാൻ ആഗ്രഹം പിടിക്കാം. അപ്പഴാ കാണല്ലോ. ആ സൂപ്പർ. നടക്കണ ആ ആ വേറെടി പൊളിച്ച്. അയ്യോ രസമുണ്ട്. വായോ ഈ മക്കൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറയണേട്ടാ. ഭയങ്കര സന്തോഷായിട്ടാ. അതെ എല്ലാരും വന്ന് എല്ലാവരും കാണണം. അതെ 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 എല്ലാവരും വന്നോളാം. താങ്ക് യു എല്ലാവരോടും. അതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും ഞാനും പറഞ്ഞോ ഇതൊക്കെ നമ്മുടെ ചാനലറിയപ്പെട്ടാ. താങ്ക് യു നിങ്ങളോട് എല്ലാവരോടും താങ്ക് യു. എല്ലാവർക്കും എല്ലാവരും നെല്ലിയാമ്പതിക്ക് ചാനലാണ്. എല്ലാവരും നെല്ലിയാമ്പതിക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബെൽബട്ടൺ അമർത്താം. ആ ചെറിയ മോനെടുക്കും പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മനസ്സിന്. ദൈവമേ ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും എല്ലാവരും വന്ന് സഹകരിച്ചു. ഒത്തിരി നന്ദി. അതേപോലെ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കാം. ഹാപ്പിയായി. അവരെ കണ്ട സന്തോഷത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞ് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഭയങ്കര സന്തോഷമായി എനിക്ക്. ഞങ്ങളൊന്ന് എടുക്കട്ടെ വീഡിയോ. എല്ലാവരും പെട്ടെന്ന് ഞങ്ങളുടെ ചാനലില് കട്ടിയുള്ളതൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ പോകുന്നുണ്ട് കേട്ടോ. എല്ലാ കടലാസൊക്കെ അങ്ങനെ അറിയുമ്പോൾ മാത്രമായിട്ട് മുകളിലേക്ക് വരുന്നത്. പക്ഷെ അതൊന്നും ഒരു പ്രത്യേക ഒരു മനസ്സിന് വേറെ വൈബട്ടോ. ഒരുപാട് സന്തോഷമായിട്ടോ ഞങ്ങൾക്ക്. സീതാറാം കൊണ്ട് എന്തായാലും ചെറുതല്ല, വലിയ സന്തോഷം വന്നു ഞങ്ങൾക്ക്. വലിയ സന്തോഷം. അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു.